കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ പൂരനഗരിയെ ആവേശത്തിൽ ആറാടിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഗജവീരന്മാരുടെ സംഗമവേദിയായി മാറി. വൻ ജനസാഗരമാണ് രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. കർക്കിടക പുലരിയിൽ പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗണപതി ഹോമത്തോടെയാണ് ആനയൂട്ടിന് തുടക്കമായത്. ഗണപതി ഹോമത്തിന് 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ ഗണപതി നാരങ്ങ, കരിമ്പ് എന്നിവ ഉപയോഗിച്ചു. തുടർന്ന് 10 മണിയോടെ ആനയൂട്ട് ആരംഭിച്ചു. ഇത്തവണ ആനയൂട്ടിൽ 66 ആനകൾ അണിനിരന്നു. ഇതിൽ 13 പിടിയാനകളും ആനയൂട്ടിൽ പങ്കാളികളായി എന്നതാണ് ഇത്തവണത്തെ ആനയൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത. ഗുരുവായൂർ ദേവസ്വത്തിലെ ദേവി എന്ന ആനയ്ക്ക് ആദ്യ ഉരുള നൽകി വടക്കുന്നാഥ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്കുമന ശ്രീരാജ് നാരായണനാണ് ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മന്ത്രി കെ രാജൻ, ADGP പി വിജയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരും ഭക്തരും ആനപ്രേമികളും കരിവീരന്മാരെ വിരുന്നൂട്ടി. മഴയായിരുന്നുവെങ്കിലും ആനയൂട്ട് ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്താൻ സാധിച്ചതായി വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ പറഞ്ഞു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വളരെ വൃത്തിയായി അവസാനിപ്പിച്ചു. 66 ആനകൾ പങ്കെടുത്തു. കേരളത്തിലെ പേര് കേട്ട എല്ലാ ആനകളും ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട്. മഴ അലോസരപ്പെടുത്തിയാലും ആനയൂട്ട് സമയത്ത് മഴ മാറിയെന്ന് വടക്കുന്നാഥൻ്റെ അനുഗ്രഹമാണ്. ആനയൂട്ടിന് 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളാക്കിയും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ചേർന്നതായിരുന്നു ആനയൂട്ട് വിഭവങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുള്ള 6 ആനകളടക്കം എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ, ഗുരുവായൂർ രാജശേഖരൻ, ഊക്കൻസ് കുഞ്ചു തുടങ്ങിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകൾ ആനയൂട്ടിൽ പങ്കാളികളായി. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ പങ്കെടുക്കാൻ തൃശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുപോയ 30 ആനകളെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആനകൾക്ക് അസുഖം വരികയും തുടർന്ന് ഗണപതി ഹോമവും ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനയൂട്ടും ആരംഭിക്കുകയായിരുന്നു. തുടക്കത്തിൽ 12 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തിരുന്നതെങ്കിലും 86, 87 കാലഘട്ടത്തിൽ 93 ആനകൾ വരെ ഊട്ടിനെത്തിയിരുന്നു. പിന്നീട് ആനകൾക്ക് ക്ഷാമവും നിയന്ത്രണവും വന്നതോടുകൂടി ആനകളുടെ എണ്ണം അല്പം കുറഞ്ഞെങ്കിലും ആനയൂട്ട് ഓരോ വർഷവും അതിഗംഭീരമായാണ് നടത്തപ്പെടുന്നത്. TC വിനോസ്, തൃശൂർ.